ടടട്ടടേ നമ്മൾ കുറ്റി അൺബോക്സ് ചെയ്യാൻ പോകണം കേട്ടോ. മുന്നേ പ്രാവശ്യം ഞാൻ ഇത് ഓപ്പറേഷൻ ചെയ്തിട്ട് പൈസ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഭാഗം പിന്നെ ഇൻസുലേഷൻ ഒക്കെ വെച്ച് ഒട്ടിച്ചത്. പിന്നെ അതിൽ ക്യാഷ് ഇട്ടിട്ടുണ്ടായിട്ടോ. ഇനിവേ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ വിജയകരമായി പൂർത്തിയാകുന്നത്. കത്രിക കൊണ്ട് ഒരുപാട് അക്രമങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു രക്ഷയില്ല. ലാസ്റ്റ് നമ്മൾ ഇൻസുലേഷനെ ഇളക്കി പറിച്ചിട്ടാണ് ഇത് നമ്മൾ അൺബോക്സ് ചെയ്തത്. പൈസ എങ്ങാണ്ടെങ്കിൽ കത്രികന്റെ വെട്ടുകൊള്ളുമോ എന്നുള്ള ടെൻഷൻ നല്ലോണം ഉണ്ട്. ഈ ഒരു മൊമെന്റിൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആവട്ടോ. കാരണം എത്ര ക്യാഷ് അതിലുണ്ടെന്ന് നമുക്ക് അറിയില്ല, കൗണ്ട് ചെയ്തിട്ടുണ്ടാവില്ലല്ലോ. മാഷാല്ലാ ഭയങ്കര സന്തോഷം, ഭയങ്കര സന്തോഷം. കാരണം നമ്മൾ അറിയണില്ല എത്ര അതിൽ എമൗണ്ട് ഉള്ളത്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1.5 വർഷം കണ്ടായിട്ടുള്ള ഈ ഒരു സേവിങ്സ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാൻ ഇട്ടുണ്ടായിരുന്ന 20 രൂപ, പിന്നെ 100 വെച്ചിട്ട് 320 അങ്ങനെ കണ്ടു. ബാക്കി പിന്നെ 500 നോട്ടിടാന്ന് ചെറുതിൽ തൊട്ടിട്ട് ഇങ്ങനെ ക്യാഷ് ഇട്ടുന്ന ഒരു പരിപാടി ഉണ്ടെങ്കിലും ഇത് കുറച്ചും കൂടി കാര്യബോധത്തോട് കൂടി ചെയ്ത് ഈ അടുത്താണ് കേട്ടോ. കാരണം 1-2 സുഹൃത്തുക്കളിൽ നിന്ന് ഞാൻ ഇൻസ്പയർഡ് ആയതാണ്. സോ ഇത് നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ എന്ന് ക്യാഷ് ഇങ്ങനെ ചുരുട്ടിടുന്നത് കൊണ്ട് അത് നിർത്തി ഉണ്ടാക്കാൻ കുറച്ച് പാട് വിട്ടിട്ടുണ്ട്. ഈ ക്യാഷ് ഒക്കെ ഈ കുറ്റിയിൽ കൊണ്ടല്ലോ എന്നുള്ള എന്റെ അത്ഭുതം. എനിവേ നമുക്ക് കൗണ്ട് ചെയ്ത് തുടങ്ങാം. കുഞ്ചി, പണക്കൊടുക്ക, അത് മണ്ണിന്റെ ആണെന്നുണ്ടെങ്കിൽ പണക്കൊടുക്ക എന്ന് പറയും. അങ്ങനെ പല നാട്ടിൽ പല പല പേരുകളിൽ അറിയും. പേരിലൊന്നും വലിയ കാര്യം. കുറച്ച് മുന്നേ 1 ലാഖിന്റെ മണി ബോക്സ് ട്രെൻഡിങ് ആയതുകൊണ്ട് ഒരു സമയത്ത്. പക്ഷേ അതിലും വലിയ താല്പര്യമില്ല. കാരണം നമ്മുടെ ക്യാഷ് ഒക്കെ കറക്റ്റ് നമുക്ക് അറിയാൻ പറ്റും. നിശ്ചിത സമയത്തേക്ക് ഇത്ര പൈസ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള തീരുമാനത്തോട് കൂടി ചെയ്യാൻ അത് പറ്റായിരുന്നു. പോത്ത് പോലെ വലുതായി മുതുക്ക് മനുഷ്യനായി ഇനിയും കുറ്റിയിലൊക്കെ പൈസ ഇട്ട് എടുക്കണമെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അത് വെറും തോന്നില്ല. കാരണം വലിയൊരു കമ്പനിയുടെ മാനേജർ, എനിക്കറിയുന്ന ഒരു എഞ്ചിനീയർ, അത് വലിയ സാലറി വാങ്ങുന്ന 1-2 ആളുകളൊക്കെ ഇങ്ങനെ സേവ് ചെയ്ത് അവർ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കുറ്റി ഓടിച്ചത് ഭയങ്കര ഹെൽപ്പായെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാനിത് ചെയ്തത്. സോ നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇതിനേക്കാൾ നല്ലത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതല്ലേ നല്ലതെന്ന് തോന്നുന്നു. നല്ലതാണ്. പക്ഷേ അതിന് കൂടി ഇതും കൂടി ഉണ്ടെങ്കിൽ ബെറ്റർ. കാരണം ഇത് ഇത്രയും ക്യാഷ് ആകുന്നു ഞാൻ പോലും വിചാരിച്ചില്ല. ഇത് അറൗണ്ട് 1 ലാഖിന്റെ അടുത്ത്. കുട്ടികൾക്ക് ഒരു കുറ്റിയൊക്കെ വാങ്ങിക്കൊടുക്കട്ടോ. സമ്പാദിച്ചില്ല അവർ വളർത്തിയെടുക്കട്ടെ. അപ്പോൾ ശരി, ബൈ.